വയനാട്ടിലെ പനമരം പഞ്ചായത്തിൽ LDFിൽ നിന്ന് ഭരണം UDF പിടിച്ചുവെന്ന വാർത്ത വളരെ ഞെട്ടലോടെയാണ് പലരും കേട്ടത്. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന LDF പ്രതിനിധി ബെന്നി ചെറിയാന്റെ പിന്തുണയോടെയാണ് UDFിന് പ്രസിഡന്റ് പദവി ലഭിച്ചത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വേളയിൽ UDFിന് അനുകൂലമായി വോട്ട് ചെയ്ത ബെന്നിക്കെതിരെ ആക്രമണം വരെ നടന്നിരുന്നു. ഇതിന് CPM പ്രവർത്തകർക്കെതിരെ കേസ് നിലവിലുണ്ട്. 11ാം വാർഡ് പ്രതിനിധിയാണ് JDS അംഗമായിരുന്ന ബെന്നി. LDFിനൊപ്പമായിരുന്ന ഇദ്ദേഹം രാജിവെച്ച് PV അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയിൽ സംസ്ഥാനത്ത് UDFിന് ഭരണം ലഭിക്കുന്ന ആദ്യ പഞ്ചായത്തായി പനമരം മാറിയിരിക്കുകയാണ്. UDFുമായി അടുക്കാൻ PV അൻവർ ശ്രമിക്കവെയാണ് ഈ മാറ്റമെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. 23 അംഗ പഞ്ചായത്താണ് പനമരം. UDFിനും LDFിനും 11 വീതം അംഗങ്ങളാണുള്ളത്. ഒരംഗം BJPക്കും. LDF വിട്ട് ബെന്നി ചെറിയാൻ പുറത്തു വന്നതോടെ ഭരണം UDFിന് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 10 വോട്ടുകളാണ് LDF പ്രതിനിധിക്ക് കിട്ടിയത്. 12 വോട്ട് നേടി മുസ്ലിം ലീഗിലെ ലക്ഷ്മി ആലക്കമറ്റം പ്രസിഡന്റായി. BJP അംഗം വിട്ടുനിന്നു. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDFിനും UDFിനും ഭൂരിപക്ഷം ഇല്ലാത്തതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് LDFിന് ഭരണം ലഭിച്ചത്. CPM അംഗം ആസ്യ പ്രസിഡന്റ് ആവുകയും ചെയ്തു. പ്രസിഡന്റിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ബെന്നി പിന്തുണച്ചതോടെ പാസായി. ബെന്നിയെ മർദ്ദിച്ച കേസിൽ 7 CPM DYFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. MLA പദവി രാജിവെച്ച് PV അൻവർ UDFുമായി അടുക്കാൻ ശ്രമിക്കവെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പനമരത്തെ ഭരണമാറ്റം. അനേകം പഞ്ചായത്തുകളിൽ LDFിന് വൈകാതെ ഭരണം നഷ്ടമാകുമെന്ന് PV അൻവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അൻവർ വീഴ്ത്തുന്ന ആദ്യ വിക്കറ്റാണിതെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രചരണം. UDFിലെ എല്ലാ നേതാക്കൾക്കും നന്ദി അറിയിക്കുന്നുവെന്ന് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ലക്ഷ്മി പ്രതികരിച്ചിരുന്നു. ജനങ്ങൾക്കു വേണ്ടി ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്നും അവർ പറയുകയുണ്ടായി. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ PV അൻവർ നിർദ്ദേശിച്ചതു പ്രകാരമാണ് UDFിനെ പിന്തുണച്ചതെന്ന് ബെന്നി ചെറിയാൻ അറിയിച്ചു. അതേസമയം PV അൻവർ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര ജാഥയുടെ ഭാഗമായിരുന്നു. നിലമ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമായ എടക്കരയിൽ വെച്ചാണ് അദ്ദേഹം UDF ജാഥയിൽ പങ്കെടുത്തത്. കെട്ടിപ്പിടിച്ചാണ് VD സതീശൻ അദ്ദേഹത്തെ സ്വീകരിച്ചത്. പിണറായി വിജയന്റെ ദുർഭരണം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ജാഥയിൽ സംസാരിക്കവേ അൻവർ ആവർത്തിച്ചിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര സമര യാത്രയിൽ തന്നെയും സഹകരിപ്പിക്കണമെന്ന് അൻവർ മുൻപ് കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ UDFിൽ ചർച്ച ചെയ്ത് അറിയിക്കാമെന്നാണ് അന്ന് VD സതീശൻ അറിയിച്ചിരുന്നത്. UDFുമായി സഹകരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ PV അൻവർ കത്ത് നൽകിയിരുന്നു. എന്നാൽ അൻവറിനെ സഹകരിപ്പിക്കുന്നതിൽ ഒരു വിഭാഗം കടുത്ത എതിർപ്പാണ് UDFിൽ ഉയർത്തുന്നത്. സതീഷിനെതിരെ മുൻപ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അടക്കമാണ് അൻവറിന്റെ നീക്കത്തിന് തട തീർക്കുന്നത്. സിൽവർ ലൈൻ അർദ്ധ അതിവേഗ റെയിൽ പദ്ധതി അട്ടിമറിക്കാൻ ഇതര സംസ്ഥാനങ്ങളിലെ IT കമ്പനികൾ VD സതീശന് 150 കോടി രൂപ കോഴ നൽകിയെന്നായിരുന്നു അൻവർ മുൻപ് നിയമസഭയിൽ ആരോപിച്ചത്. എന്നാൽ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിനു പിന്നാലെ നടത്തിയ പത്രസമ്മേളനത്തിൽ തന്റെ ആരോപണം പിൻവലിച്ച് അൻവർ സതീഷിനോട് മാപ്പു പറഞ്ഞിരുന്നു. VD സതീഷിനെതിരായ ആരോപണം പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ അറിവോടെയാണെന്നും സ്പീക്കർ കൂടി അറിഞ്ഞിട്ടാണ് അന്ന് ആരോപണം താൻ നിയമസഭയിൽ ഉയർത്തിയതെന്നുമാണ് PV അൻവർ പറഞ്ഞത്. താൻ പിതാവിന് തുല്യം സ്നേഹിക്കുന്ന മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സഭയിലിട്ട് ആക്രമിക്കുന്നത് കണ്ടതിന്റെ മാനസിക സംഘർഷത്തിലാണ് ആ വിഷയം സഭയിൽ അവതരിപ്പിച്ചതെന്നും അൻവർ അന്ന് പറഞ്ഞിരുന്നു. അൻവറിന്റെ മാപ്പ് സ്വീകരിക്കുന്നുവെന്ന് VD സതീശൻ പ്രതികരിച്ചെങ്കിലും അൻവറിന്റെ UDF പ്രവേശനത്തിൽ ഇപ്പോഴും നേതൃത്വം മൗനം പുലർത്തുകയാണ്.